വരുന്നതൊക്കെ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. അടുത്തിടെയായിരുന്നു ഗൗരി കൃഷ്ണൻ വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞത്. പൗർണമി തിങ്കളടക്കം നിരവധി പരമ്പരകളുടെ ഡയറക്ടർ കൂടിയായ മനോജായിരുന്നു ഗൗരിയെ വിവാഹം ചെയ്തത്. സന്തോഷകരമായി പോവുകയാണ് ദാമ്പത്യജീവിതം എന്നായിരുന്നു ഇടയ്ക്ക് ഗൗരി പറഞ്ഞത്. ഷൂട്ടിനായി പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടാനേയില്ല. രണ്ടുപേരുടെയും പ്രയോറിറ്റികൾ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ളവർ ഒന്നിച്ചു പോകുന്നതിലും നല്ലത് പിരിയുന്നതാണ്. അങ്ങനെയാണ് ഈ തീരുമാനം എടുത്തത്. ഡിപ്രഷനിലായിരുന്നു. മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ടെന്നും ഗൗരി വ്യക്തമാക്കിയിരുന്നു. സ്വകാര്യതയെ മാനിക്കണം, അനാവശ്യമായി ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തരുതെന്നും ഗൗരി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അതേക്കുറിച്ച് പറഞ്ഞതിന് ശേഷമുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് പുതിയ വ്ളോഗിലൂടെ. എന്താണ് ലോങ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനും മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. വർക്കൗട്ട് ചെയ്യും, അമ്പലത്തിലൊക്കെ പോവും, ഡയറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതം. നേരത്തേതിനേക്കാളും ഒരുപാട് മെലിഞ്ഞു. ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ലൂസായി. ശരിക്കും മെലിഞ്ഞിട്ടുണ്ട്. കുറച്ചു നാളായി പഠനത്തിലും ബ്രേക്കാണ്. പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. കുറേ നാളെ ആയല്ലോ PSC പഠിക്കുന്നു. ഇതുവരെയും ശരിയായില്ലേ എന്ന് ദേഷ്യത്തോടെ കുറേ പേർ ചോദിച്ചിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കിട്ടാൻ അതിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയല്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പഠിക്കും, ഇല്ലെങ്കിൽ പഠിക്കില്ല. ഇത് എൻ്റെ ജീവിതമാണ്. ഈ പറയുന്നവരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചല്ല ഞാൻ ഫീസ് കൊടുക്കുന്നത്. വെറുക്കപ്പെടാനുള്ളൊരു ധൈര്യം നമുക്ക് ജീവിതത്തിൽ വേണ്ടതാണ്. എല്ലാ ആളുകൾക്കും നമ്മളെ മനസ്സിലാവണമെന്നില്ല. ഞാനായിട്ടൊരാളുടെ മനസ്സ് വേദനിപ്പിക്കില്ല. ആരോട് തെറ്റ് ചെയ്യില്ല, അത് ശ്രദ്ധിക്കാറുണ്ട്. ബോധപൂർവമായി തെറ്റ് ചെയ്യാറില്ല. അറിയാതെ വല്ലതും സംഭവിച്ചാലേയുള്ളൂ. മനുഷ്യരല്ലേ, ദൈവങ്ങളൊന്നുമല്ലല്ലോ. മനുഷ്യരാകുമ്പോൾ തെറ്റു പറയുന്നത് നോർമലാണ്. എന്നോട് നല്ല രീതിയിൽ ഇടപെടുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്യുന്നവരോട് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. കുറേ പേർ സ്ത്രീകളെ മാത്രമായി വിമർശിക്കും. എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചുപേരുടെ കാര്യമാണ് പറഞ്ഞത്. എന്തൊക്കെ ചെയ്താലും ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത്. സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്ത്രീയെങ്കിൽ ഞാൻ അങ്ങനെയല്ല. എനിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? എൻ്റെ കാര്യങ്ങളിൽ ഞാൻ തീരുമാനമെടുക്കാറുണ്ട്. എന്നോടൊപ്പമുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാറുണ്ട്, പരിഗണിക്കാറുണ്ട്. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. മനോജ് എവിടെയാണ്, നിങ്ങളെന്താണ് പിരിഞ്ഞതെന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ ആരാണെന്ന് ഈ കമൻറ്റിലൂടെ അറിയാൻ പറ്റും. നിങ്ങൾ ഭയങ്കര റൂഡാണ്. നിങ്ങളെന്തോ പോലെയാണ് പെരുമാറുന്നത്. അതാണ് ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമാവാത്തതെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്താണ് റൂഡായി പറഞ്ഞത്? നിലപാടുള്ളതാണോ റൂഡായി തോന്നിയതെങ്കിൽ ഒന്നും പറയാനില്ലെന്നായിരുന്നു ഗൗരിയുടെ മറുപടി.